ഹലോ, എൻ്റെ ഇടത്തിലെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പെസഹ വ്യാഴാട്ടോ. പെസഹ വ്യാഴം സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് എൻ്റെ വരവ്. അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂമൊക്കെ കണ്ടപ്പോൾ മനസ്സിലേക്ക് കാണുമല്ലേ, പെസഹ വ്യാഴത്തിൻ്റെ അന്നാണ് കാലഴുകിമുത്ത് നമ്മൾ നടത്തേണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ വൈറ്റ് ആൻഡ് വൈറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാലഴുകിമുത്ത് നേർച്ചയായിട്ട് നടത്തുന്ന ഒത്തിരി ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് പറ്റുട്ടോ ഈ ഒരു ദിവസം. അപ്പോൾ 2 കൊല്ലം മുന്നേ അനിയൻ്റെ ഇങ്ങനെ തന്നെ കാലഴുകിമുത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നീ വരെ കാണാത്തവർക്ക് കാണാനായിട്ട് പറ്റുമല്ലോ എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ഇന്നാണ് നമ്മുടെ പെസഹ അപ്പം ഉണ്ടാക്കാൻ പോണത്. കരുത്തപ്പെന്നോ അല്ലെങ്കിൽ നമ്മുടെ പുളിപ്പില്ലാത്ത അപ്പം എന്നൊക്കെ നമുക്ക് വിളിക്കാം കേട്ടോ ആ ഒരു അപ്പത്തിനെ. അപ്പോൾ ഇന്ന് ആണ് ആ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോണത്. പാല് നമ്മൾ നൈറ്റ് ഉണ്ടാക്കും, അപ്പം നമ്മൾ ഡേ ടൈമിൽ ഉണ്ടാക്കി വൈകിട്ട് ഒരു 6:30 ആകുമ്പോഴാട്ടോ നമ്മുടെ പള്ളിയിൽ എന്ത് ചെയ്യണേ, എല്ലാവരോടും കൂടിയിട്ട് അച്ഛൻ ഇങ്ങനെ അപ്പം മുറിക്കും, എന്നിട്ട് നമുക്ക് തരും, പാലിൽ മുക്കി നമ്മൾ കഴിക്കും. അങ്ങനെ നമ്മൾ പൊതുവെ നമ്മുടെ ഇവിടങ്ങളിൽ എല്ലാവരും എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ദുഃഖവെള്ളിയാഴ്ച ആയിരിക്കും ഇങ്ങനെ വീടുകളിൽ പോയിട്ട് നമ്മൾ പെസഹാപ്പം കഴിക്കുന്നതായിരിക്കാം. പിന്നെ നമ്മുടെ വീട്ടിൽ തൊട്ടടുത്തുള്ള വീടുകളിലേക്കും നമ്മൾ എന്ത് ചെയ്യും, അപ്പം ഉണ്ടാക്കിയിട്ട് നമ്മൾ കൊടുക്കും കേട്ടോ. ഈ മരിച്ചിങ്ങനെ ആരെങ്കിലും വീട്ടിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വീട്ടിലേക്ക് കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ കൊഴുക്കട്ട കൊടുക്കും. അതുപോലെ തന്നെ പെസഹാപ്പം ഉണ്ടാക്കുമ്പോൾ പെസഹാപ്പം കൊടുക്കും. അങ്ങനത്തെ കുറേ പതിവുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടങ്ങളിൽ. അങ്ങനെ തന്നെ എല്ലായിടത്തും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. അപ്പോൾ രാവിലെ തന്നെ കുർബാനയ്ക്കെല്ലാം പോയിട്ട് വന്നിട്ടാണ് ഈ ഒരു ഇൻട്രോ നമ്മൾ എടുക്കേണ്ടായിരിക്കുക. അപ്പോൾ എന്താണ്, എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. വെൺകച്ചയുമരയിൽ ചുറ്റി മിശിഹാദൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. ഇത് നമ്മളെ ഇന്നലെ ഉണ്ടാക്കിയ കൊഴുക്കട്ടയാട്ടോ. അപ്പം അത് നമുക്ക് രാവിലെ തന്നെ കഴിച്ചേക്കാം. സോ രാവിലെ തന്നെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്തോന്നാ കടലക്കറിക്കുള്ള കടലക്കറി മൂപ്പിക്കാനുള്ള ഉള്ളി സെറ്റ് ചെയ്യലാണ് നമ്മുടെ രാവിലത്തെ പരിപാടി. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അറിയാനായിട്ട് കോഴിക്കൂട്ടങ്ങൾ രാവിലെ തന്നെ തുടങ്ങി അവൻ്റെ ഫൈറ്റ്. ഇടിയപ്പത്തിനുള്ള മാവ് അമ്മ അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്ന് സഹകരിച്ച എൻ്റെ കോഴിക്കുട്ടങ്ങൾക്കുള്ള എൻ്റെ വക ചെറിയൊരു സംഭാവന. തിന്നോ, ഓ ഓ തിന്നോ. കുഴികളെ കണ്ടോ, ദേ 2 പോരൂത്തണു. ആ കഴിഞ്ഞ ചേടാ, ഞാൻ വീഡിയോ എടുക്കാറുന്നില്ലടാ, ഇച്ചിരോടി പോരൂത്തടാ. ആ തീറ്റ മൂഴിക്കാൻ മറിച്ച് കളഞ്ഞ്. ആ ഇനി മതി, നിർത്തിക്കോ. പൊരുന്തിപ്പടയും പൂവനും കൂടി കൊത്തുകൂടിയത് കണ്ട്. നീ എങ്ങടെ പോണേ? ഇവര് തല്ലുണ്ടാക്കിയത് കണ്ടാ നീ? തുത്തോ തുത്ത് കണ്ടാടാ? അങ്ങനെ നമ്മുടെ പെസഹ അപ്പത്തിനുള്ള ഉള്ളിയും തേങ്ങയും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ അമ്മ കൊത്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കണം. ആ പരിപാടിയിലേക്കാണ് നമ്മൾ കിടക്കാനായിട്ട് പോണത്. ഒരു കഴുകിയിട്ടുണ്ട് കേട്ടോ, എങ്കിലും ഒരു ഇതുണ്ട്. കരിയുമ്പോൾ ഒന്നുകൂടി തൂത്ത് കൊടുത്തിട്ട് അരിഞ്ഞു കൊടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങാക്കൊത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരേപോലൊക്കെ തന്നെ നമ്മൾ അരിഞ്ഞെടുത്താണ്, എങ്കിലും ഏറ്റക്കുറച്ചിലുകളുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ ഉള്ളിയും നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇനി ബാക്കി പ്രിപ്പറേഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി കാണാം കേട്ടോ. തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. അതരിഞ്ഞ് ശരിയാവുണ്ട്, പിന്നെ അരിഞ്ഞു. നമ്മൾ വെള്ളത്തിലിട്ട് അരി ഇതേ പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എന്തോരം നേരം വെള്ളത്തിലിട്ടതാ? 3 മണിക്കൂർ വെള്ളത്തിലിട്ട് അരി പൊടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പത്തിന് പൊടിപ്പിച്ച് കൊണ്ടുവന്നു അല്ലേ? ഇത് നമ്മുടെ ഉഴുന്ന് നമ്മൾ വെള്ളത്തിലിട്ടത് അരിച്ചെടുത്തിട്ടുണ്ട്.
നമുക്കിത് ഇത് മൊത്തം ഇടാല്ലേ? നമ്മുടെ മാവിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ദോശയുടെ ഒക്കെ മാവിൻ്റെ ആ ഒരു പരിവാണ് കേട്ടോ വരണ്ടേ. ദോശയുടെ പരുവത്തിലാണ് നമ്മൾ മാവ് എടുക്കേണ്ടത്. ഇനി ഇതേ നമ്മുടെ തേങ്ങയെല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിയും കൂടി ഒന്ന് വറുത്ത് നമുക്ക് അങ്ങോട്ട് എടുക്കാം. ഇതിൻ്റെ ലാസ്റ്റ് നമ്മളൊരു 3-4 ടീസ്പൂണിൻ്റെ അടുത്ത് ജീരകം കൂടി നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ തേങ്ങ വറുത്തത് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ മാവിൻ്റെ പരുവം കണ്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദോശയുടെ മാവിൻ്റെ പരുവം തന്നെ. ദേ ജീരകം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വറുത്തങ്ങോട്ട് കോരാ, അത്രേ ഉള്ളൂ. നമ്മുടെ വറകലം ഇത് നമ്മൾ മലയച്ചൂരിന്ന് മേടിച്ചല്ലേ? മലയച്ചൂരിന്ന് മേടിച്ചാ ഇതിൻ്റെ ഉള്ളിൽ വെച്ചല്ലേ ചൂടണേ? ഇതിന്റെ ഉള്ളിൽ തീ കോരിയിട്ട് വെച്ചു. എന്നിട്ടോ ഉള്ളിൽ വെച്ച് ഉള്ളിൽ കോരിയിട്ടത് ഉള്ളിലും അപ്പൊ താഴേനും മുകളിലും തീർത്തില്ല. ആ നമുക്ക് കണ്ട് മനസ്സിലാക്കാതെ. ഇത് നമ്മുടെ ഓശാൻ ഞായറാഴ്ച നമുക്ക് കിട്ടിയ കുരുത്തോല കേട്ടോ. ഇതും കൊണ്ടാണ് നമ്മൾ കുരിശ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകണം. അങ്ങനെ നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ തേങ്ങയും നമ്മൾ ഇട്ടിട്ടുണ്ട്, വെച്ച് കൊടുത്തിട്ടുണ്ട്. മൊത്തം പുകമയാണ്, പുകമയം 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 പുക വന്നു. ആ പറയാനായിട്ടില്ലേ? ഇത് എൻ്റെ അരിയെ സാവ്യസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കലത്തപ്പോൾ ഓരോന്നായിട്ട് ചുട്ടു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ ആദ്യം തന്നെ കുരിശൊക്കെ വെച്ചിട്ട് നമ്മുടെ മാവ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാവിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ജീരകവും തേങ്ങയും ഉള്ളിയൊക്കെ നമ്മളിട്ട് മിക്സ് ചെയ്ത് കുറേ നേരം വെക്കാൻ പാടില്ല. ഈ മാവ് പുളിക്കാൻ പാടില്ല എന്നാണ് പറയണത്. എപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചോ ഒരുവിധം ആ ഒരു ടൈമിനനുസരിച്ച് നമ്മൾ ചുട്ടും കൊടുത്തോളണം അങ്ങനെ. അപ്പോൾ അടിയിലത്തെ കുരിശ് കൊളായാലും നമുക്ക് എന്താ മേളിൽ വേറെ കുരിശ് വെക്കാമല്ലോ. അങ്ങനെ കുരിശൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങണ്ടായിരിക്കുക. നമ്മൾ ആദ്യം കനൽ നിറച്ച് വെച്ച നമ്മുടെ കലമില്ലേ, നമ്മുടെ വറകലം, അത് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഉരുളിയുടെ മേളിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ താഴേയിൽ നിന്നും തീ മേളിൽ നിന്നും തീയായിട്ട് നല്ല ഫ്രൈ ആയിട്ട് നമുക്ക് അപ്പം കിട്ടും എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഇങ്ങനെയാണ് കലത്തപ്പം പണ്ട് തൊട്ടുള്ള ആൾക്കാർ ഉണ്ടാക്കിയെടുക്കണ്ടായിരിക്കുക. നന്നായിട്ട് തീയൊക്കെ കത്തിച്ച് അങ്ങോട്ട് കൊടുത്തേച്ചാൽ മതി. താഴേന്നും മേളിലുള്ള കനൽ നന്നായിട്ട് ചൂടാവാനായിട്ട് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. നമുക്കിന്ന് ഉച്ചയ്ക്ക് മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഉപ്പും മുളകും അതുപോലെ തന്നെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് വേവാനായിട്ട്. ഇതിൻ്റെ കൂട്ടത്തിലുള്ള കുറച്ച് ഇഞ്ചിയും കുറച്ച് പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് വേണം. അത് നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. നമ്മുടെ അപ്പം ഓരോന്നായിട്ട് സെറ്റ് ചെയ്തതേ നമ്മൾ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ദേ നമ്മൾ അടിയിലുണ്ടല്ലോ, നമ്മൾ ഊതുമ്പോൾ അടിയിലത്തെ കനൽ ഊതുമ്പോൾ മേലത്തെ കനൽ ചൂടാവുന്നതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. കണ്ട കിടക്കണണ്ട, തിന്നണ്ട, കുടിക്കണ്ട, ഒന്നും ചെയ്യാണ്ട് നമുക്ക് ലൈവായിട്ട് കാണാം. വേഗം ചേരണ്ട്. അനിയൻ വ്ളോഗർ ഉണർന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പുളിക്ക് ആവശ്യത്തിനുള്ള തൈരും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യും. ഈ അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴേ ആ ഒരു കളർ ചേഞ്ച് ഉണ്ട്. എന്നെ രസമല്ലേ കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ മാമ്പഴ പുളിശ്ശേരി കഴിക്കണം എന്നുള്ളത്. അങ്ങനെ ഫൈനലി കഴിക്കാനായിട്ട് അവസരം കിട്ടിയേക്കുവാണ്. നമ്മുടെ വീട്ടിലെ പണ്ടൊരു പുളിയമ്മാവ് ഉണ്ടായിരുന്നു കേട്ടോ, ഉണ്ട മാങ്ങ. അപ്പോൾ ഈ മാങ്ങ നമുക്ക് മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെക്കാനായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള സാധനം. അതുപോലെ തന്നെ നമ്മുടെ മാങ്ങത്തൊലിയൊക്കെ ഉണ്ടാക്കാനായിട്ട് മാങ്ങയുടെ ഇങ്ങനെ ഉണക്കി വെക്കുന്ന ആ ഒരു ഫോമിനാണ് മാങ്ങത്തൊലി എന്ന് പറയുന്നത്. ആ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കാനായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള മാങ്ങയായിരുന്നു കേട്ടോ. ഇപ്പം നമ്മുടെ വീട്ടിലുള്ളതേ പഴുത്താൽ മാത്രമാണ് അത്ര നല്ലതായിട്ടുള്ളൂ. അച്ചാറിടാം എങ്കിലും അത്ര നല്ല പുളി ഇല്ലാത്തതുകൊണ്ട് വലിയ രസം ഉണ്ടാവില്ല. പക്ഷെ മാമ്പഴ പുളിശ്ശേരി ഒന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. ഇത് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ വീട്ടിലുണ്ടായിട്ട് ചേച്ചി തന്നപ്പോൾ നമ്മൾ വെച്ചതാട്ടോ. സംഭവം നല്ല അട്ടാറ് ടേസ്റ്റായിരുന്നു. കൊതി ഇപ്പോഴും വരെയാണ്, കൊതി അങ്ങോട്ട് തീർന്നില്ല എന്നൊക്കെ. ഇത് നമ്മുടെ സ്വന്തം കുക്കുംബർ പറിച്ച് വെച്ചിട്ടുള്ളതാട്ടോ. ഇത് കടയിൽ കൊടുക്കാനായിട്ട് പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്നത് പാലുണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ തേങ്ങാപ്പാൽ നമ്മൾ പിഴിഞ്ഞെടുക്കണം, ശർക്കരയും ചിരണ്ടി എടുക്കണം. ബാക്കി നമുക്ക് കാണാം. ചുക്ക് ഇതേ പൊടിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂട്ടത്തികളെ 2 ഏലക്കായും കൂടി എടുക്കണം കേട്ടോ അമ്മ പറഞ്ഞാണ്. ഈ കാണന്തേ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചാണ് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കണം പറഞ്ഞേ? വെറുതെ തേങ്ങ പിഴിഞ്ഞത് തേങ്ങ പിഴിഞ്ഞ് വെച്ചാണോ?
തലപ്പാലെടുത്ത് മാറ്റി. തലപ്പാല് മാറ്റി വെച്ചോണ്ട് 2-3 പാല്. ഇനി ഇതെന്താ? ഇത് ഇച്ചിരി അരി വറുത്ത് പൊടിച്ചത് തരിക്ക് വേണ്ടിയിട്ട്. അരിയുടെ കൊടുത്തേക്കള്? അരിയുടെ കൊടുത്തേക്കല്ല, അരി വെറുതെ വറുത്ത് പൊടിച്ചത്. അത് മാത്രമാണുള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. അത് മറ്റേ പാട്. നമ്മുടെ ചുക്കും ഏലക്കായും നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അതൊന്നും നമ്മുടെ പാല് അടപ്പത്തേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡിലേക്ക് മാത്രമാണ് ഇളക്കാൻ പാടുള്ളൂ. വലത്തെ സൈഡ് അങ്ങനെ ഉണ്ടായി, ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാത്രമല്ല ഇളക്കാൻ പാടുള്ളൂ. ആ ഒരു സൈഡിലേക്ക് മാത്രം ഇളക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പിരിഞ്ഞു. ഇപ്പം നമ്മുടെ ഇതിനകത്ത് തേങ്ങാപ്പാലുണ്ട്, ശർക്കരയുണ്ട്, പിന്നെ നമ്മുടെ അരി നമ്മൾ പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജീരകവും അതുപോലെ തന്നെ ചുക്കും നമ്മുടെ ഏലക്കായും കൂടി പൊടിച്ചത് നമ്മൾ നന്നായിട്ട് കുറുകി വരുമ്പോഴാണ് ഇട്ട് കൊടുക്കാനായിട്ട് പോണത്. പാലിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലിൽ ഒരു വാളിന് അരി എടുത്ത് ഒരു 10 അരി എടുത്ത് വറുത്ത് പൊടിച്ച് ചേർക്കും. അല്ലെങ്കിൽ ചിലവർ അരിപ്പൊടി ചേർക്കും. ചില സ്ഥലങ്ങളിൽ അരിപ്പൊടി. പാലിനെ കൊഴുപ്പ് കിട്ടാനായിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി ഒന്നെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അരി വറുത്തിട്ട് അത് പൊടിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ വീടുകളിലും ഓരോ സ്ഥലങ്ങളിലും ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. നമ്മുടെ ശർക്കരയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കളറിൽ കിട്ടണം. പഞ്ചസാരയിൽ നമ്മൾ വെളുത്തിരിക്കും പാലേ. ഞാൻ ശോഭയോട് ചായ കുടിക്കാനിരിക്കാം. ചായ അല്ല, കാപ്പി. ചുമ, ഭയങ്കര ചുമ, ഒരു രക്ഷയില്ലെന്നേ. എൻ്റെ മറ്റേ ശ്വാസം വലിക്കാൻ വേണ്ടി ആസ്മയുടെ ശ്വാസത്തിന് എന്തെങ്കിലും തടസ്സമുള്ള ആൾക്കാരുടെ ഇങ്ങനെ വെച്ചേക്കൂലേ, അതുപോലെ വലിക്കരുത്. ഭയങ്കര ചുമ. ചുക്കാപ്പി എടുത്ത് വെച്ചേക്കാം, ഒരുത്തം കുറയ്ക്കാൻ വേണ്ടി ഓർഡർ വരണം. നമ്മുടെ പൊടികളൊക്കെ ഇട്ടു, ഏലക്കായും ചുക്കും അതുപോലെ തന്നെ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൈ വിടാതെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. ഒരേ വശത്തേക്ക് മാത്രമേ ഇളക്കാൻ പാടുള്ളൂ. അതാണ് ഒരു ക്രൈറ്റീരിയ ഉള്ളത്. കാണിച്ചു തരാവേ. ഇതുണ്ടോ, നമ്മൾ അടുപ്പിൻ്റെ പോട്ടിലാണ് ചെയ്യണേ, അപ്പോൾ അതിൻ്റേതായ കുറവുകൾ കൂടി ഉണ്ടാവും, അത്രേ ഉള്ളൂ. നല്ല ചൂടാട്ടോ, പൊള്ളാണത്. കൈയൊക്കെ വേർത്തണണ്ട. നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂട്. തലപ്പാൽ ഒഴിക്കാൻ പോവാട്ടോ. തിള വെറുതെ ഒന്ന് വരാൻ പാടുള്ളൂ കേട്ടോ. തിളച്ചാൽ പാല് പോവും. അപ്പം പോവും. ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഫൈനലി നമ്മുടെ പെസഹ അപ്പം പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ദേ നമുക്ക് അപ്പം മുറിക്കണം, പാലും കുടിക്കണം. അതാണ് മെയിൻ പരിപാടി. ഗ്രഹനാഥനായിരിക്കും കേട്ടോ അപ്പം മുറിക്കേണ്ടായിരിക്കുക. നമ്മൾ ആദ്യം ചുട്ട് നമ്മുടെ കുരിശൊക്കെ വെച്ച് നമ്മൾ ചുട്ടിട്ടുള്ള നമ്മുടെ അപ്പം ഉണ്ടല്ലോ, അതാണ് നമ്മൾ ആദ്യം മുറിക്കേണ്ടായിരിക്കുക. കുരിശൊക്കെ മാറ്റി, കുരുത്തലും കൊണ്ടുള്ള കുരിശൊക്കെ മാറ്റി നമ്മൾ അങ്ങോട്ട് മുറിച്ചെടുക്കും കേട്ടോ. മാറാത്ത കുരിശാണെങ്കിൽ ആ കുരുത്തലോടെ തന്നെ ഇരുന്നോട്ടെ, കഴിക്കുമ്പോൾ അങ്ങോട്ട് മാറ്റിയാൽ മതി. ഒരെണ്ണം എടുക്കാൻ നോക്കിയിട്ട് വലിയ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ പാലിൽ ഇങ്ങനെ വെളിച്ചെണ്ണ തെളിഞ്ഞ് നിൽക്കണത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലേ, നല്ല തേങ്ങയായിരുന്നു കേട്ടോ. നല്ല വെളിച്ചെണ്ണയുള്ള തേങ്ങയായിരുന്നു. അതാണ് അങ്ങനെ വന്നതെന്നാണ് അമ്മ പറയണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെ മുറിച്ചിട്ട് എന്ത് ചെയ്യും, പപ്പ ഇങ്ങനെ പാലിൽ മുക്കി തരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ പാലിലൊക്കെ മുക്കി തന്ന് നമ്മൾ തീറ്റ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ. നമ്മുടെ ഇവിടങ്ങളിൽ കുറച്ച് വീടുകൾ മാത്രം നമ്മൾ പിറ്റേ ദിവസം ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ രാവിലെ ആയിരിക്കും കേട്ടോ വീടുകളിൽ പോയി പാലൊക്കെ കുടിക്കണ്ടായിരിക്കാം. ബാക്കി എല്ലായിടത്തും തലേ ദിവസം തന്നെ ഈ മുറിക്കണ അന്ന് തന്നെ പോട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളിതേ മലയാറ്റൂർക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മളിങ്ങനെ അപ്പം 3-4 വീടുകളിൽ കൊടുക്കുന്നുണ്ടെന്ന്, അതൊക്കെ നമ്മൾ കൊടുത്തിരുന്നു കേട്ടോ. ഇത് നീ നമ്മുടെ താഴത്തെ പള്ളിയാട്ടോ. എന്നാ രസമായിട്ടാണെന്നറിയാവോ അലങ്കരിച്ച് വെച്ചേണേ. ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന പിറ്റത്തെ ഞായറാഴ്ച ഇവിടെ പെരുന്നാളാട്ടോ. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ നന്നായിട്ടുണ്ടെന്നൊക്കെ. അങ്ങ് ദൂരെ നിന്നാ കാണുന്ന ലൈറ്റ് നമ്മുടെ മലയിലെ ലൈറ്റാട്ടോ. തിരക്കെന്ന് പറഞ്ഞിട്ടില്ലേ, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പെസഹ വ്യാഴാഴ്ച ഇതാണ് അവസ്ഥയെങ്കിൽ ദുഃഖ വെള്ളിയാഴ്ചത്തെ അവസ്ഥയെ പറ്റി ഒന്നും പറയാനില്ല കേട്ടോ. നിറച്ചും വണ്ടികളൊക്കെ ആയിട്ട് പാർക്കിംഗ് ഒക്കെ ഫുള്ളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫുള്ളായിരുന്നു കേട്ടോ. രാത്രിയൊക്കെ വരുന്നവർക്ക് സ്റ്റേ അടിക്കണമെങ്കിൽ അടുത്ത് കുറേ ലോഡ്ജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയാണ് എക്സ്പെൻസ് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല കേട്ടോ. മലയിൽ വേണമെങ്കിൽ നമുക്ക് കിടക്കാം, കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ സേഫാന്നൊക്കെ. നിറച്ചും പോലീസുകാരുണ്ട് കേട്ടോ. അതേ കാണുന്നത് മൊത്തം പോലീസുകാരാട്ടോ. ഈ കാണുന്നതല്ല, ഇതിൻ്റെ ഇടയ്ക്കും ഇടയ്ക്കൊക്കെ നമുക്ക് കാണാമെന്നൊക്കെ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലായിടത്തും പോലീസ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ജാം ഇങ്ങനെ റോഡ് ഇങ്ങനെ ബ്ലോക്ക് ആവാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഞാനും അനിയനും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടോ എത്ര പോലീസാണെന്നറിയോ, കവാടത്തിൻ്റെ അവിടെ തന്നെ നിൽക്കണേ. ഈ വഴിയൊക്കെ നമ്മൾ വണ്ടിയും കൊണ്ട് കയറിപ്പോയിട്ടിരുന്ന, ഇപ്പോൾ അതിക്കളെ കയറാനും കൂടി പറ്റില്ലെന്ന്. ഞാനും അനിയനും കൂടി ഇങ്ങനെ കണ്ടു തിരിച്ചു പോകുന്നു. നമ്മൾക്ക് മലയൊന്നും കയറിയില്ല കേട്ടോ. പാർക്ക് ചെയ്യാൻ പോലും സ്പേസ് ഇല്ലാത്ത രീതിയിൽ അത്ര പെടുത്ത് വണ്ടിയാട്ടോ. ഈ കിടക്കണുണ്ടോ എന്തോരം വണ്ടിയാണെന്നറിയാവോ. റോട്ടിലുണ്ട് ഇതിൻ്റെ അപ്പുറം. പിന്നെ ആൾക്കാർ കുറേ പേരുണ്ടല്ലോ, വീടുകളിൽ നിന്ന് നടന്നു വരുന്നവരുണ്ട്,
ഒത്തിരി ദൂരെ നിന്നൊക്കെ നടന്നു വരുന്നവരുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ താഴത്തെ പള്ളിയിൽ നിന്നും നടന്നു വരുന്നവരുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ മലയാറ്റൂർ അടിവാരത്തിൻ്റെ അവിടെ ഒരു ബസ്സിൻ്റെ ഒരു സ്റ്റാൻഡ് പോലെ ആയിട്ടുണ്ട്. നിറച്ചും KSRTCയും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ റിട്ടേൺ പോന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഒഴുക്കിന് അങ്ങോട്ട് പോയി, ഒരു ഒഴുക്കിന് തിരിച്ചു വന്നു. അങ്ങനെ തൂബിടുവാവോ തൂബിടുവാവോ മതിയോ? കാലം എന്നെ എടുക്കണു പൊന്നെ. ആ ചിരി കണ്ടാ മതി, ആ ചിരി. ഇനി ഇറങ്ങ്. ഓ സോ നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കൂടെ കൂടിയേക്ക് കേട്ടോ. അപ്പോൾ ലവ് യു ഓൾ. ടാറ്റാ.